നമസ്കാരം. 2026 മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. മുമ്പ് ആരംഭിച്ച കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കും. സാമ്പത്തികമായി സ്ഥിരതയുണ്ടാകും. കുടുംബത്തിൽ സന്തോഷമായ അന്തരീക്ഷമുണ്ടാകും. എന്നാൽ വാക്കുകളിൽ നിയന്ത്രണം വേണം. വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും. യാത്രകൾ പ്രയോജനപ്രദമാകും. ബിസിനസ്സിൽ ലാഭവർദ്ധനവ് ഉണ്ടാകും. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ലഭിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ തിളങ്ങി നിൽക്കാനാകും. സന്താനങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായി തലവേദന, ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടുന്നതാണ്. ഗണപതി മന്ത്രം നിത്യേന ജപിക്കുക. ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ അനുകൂലമായിരിക്കും. കുടുംബത്ത് സമാധാനമുണ്ടാകും. എന്നാൽ സന്താനങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വിവാഹ കാര്യങ്ങൾ വൈകാനാണ് സാധ്യത. പ്രണയബന്ധങ്ങളിൽ ജാഗ്രത വേണം. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. കർമ്മരംഗത്ത് നിന്നായാലും ബിസിനസ് രംഗത്ത് നിന്നായാലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും തിളങ്ങാനാകും. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടിവരുന്നതാണ്. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. ആശുപത്രിവാസവും ഉണ്ടാകാം. ദേവീക്ഷേത്ര ദർശനം ഉത്തമമാണ്. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആശയവിനിമയം വഴി നേട്ടങ്ങൾ ലഭിക്കും. പുതിയ ബന്ധങ്ങൾ ഗുണകരമാകും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. ബിസിനസ് മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ലാഭവർദ്ധനവ് പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. യാത്രകൾ പ്രയോജനപ്രദമായിരിക്കും. ദേവാലയ ദർശനം ഉണ്ടാകാം. മക്കളുടെ കാര്യങ്ങൾ സാധിക്കുന്നതുവഴി സന്തോഷം അനുഭവപ്പെടും. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അലർജി പ്രശ്നങ്ങളും അലട്ടാം. ഓം നമഃശിവായ ജപിക്കുക. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി ചില ധനച്ചെലവുകൾ വർദ്ധിക്കും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. ആശയവിനിമയ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും. വിവാഹകാര്യങ്ങൾ അനുകൂലമാകും. പല പ്രകാരത്തിലുള്ള ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും ഉണ്ടാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട്. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. ആരോഗ്യപരമായി ക്ഷീണം അനുഭവപ്പെടുന്നതിനും ശരീരവേദന എന്നിവ അനുഭവപ്പെടാം. ദേവീക്ഷേത്ര ദർശനം ഉത്തമമാണ്. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. അംഗീകാരം ലഭിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ധനനിക്ഷേപങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ചില അനാവശ്യ ചിലവുകൾ ഉണ്ടാകാം. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. വിദേശ വിപണനം സാധ്യമാകും.
ബിസിനസ്സിൽ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം അനായാസേന സാധ്യമാകും. മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളുമായി വസ്തുസംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക. കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുക. കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ ബാക്കി 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. തൊഴിൽ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ജീവിത പങ്കാളിയിൽ നിന്നും ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എതിർലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങളിൽ ജാഗ്രത പുലർത്തണം. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. സർക്കാരിന് പിഴയടയ്ക്കേണ്ടതായി വന്നേക്കാം. പുതിയ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സ്കിൻ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദവും ശ്രദ്ധിക്കുക. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. തുലാക്കൂറ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 3/4 ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി ഗുണകരമായിരിക്കും. കർമ്മരംഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. കുടുംബത്ത് സമാധാനമുണ്ടാകും. എന്നാൽ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടാം. സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും. കടബാധ്യതകൾ വീട്ടി തീർക്കാനാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധനച്ചിലവുകൾ വർദ്ധിക്കും. കടബാധ്യതകൾ വീട്ടി തീർക്കാനാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുമായി കൂടിയാലോചിക്കണം. ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തണം. വിദ്യാർത്ഥികൾക്ക് അല്പം ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ഉദര പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. ദേവീക്ഷേത്ര ദർശനം ഉത്തമമാണ്. വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ ചെറിയ മടി അനുഭവപ്പെടുന്നതാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകും. ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നതാണ്. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ബന്ധുക്കളുമായി അകൽച്ചകൾക്ക് സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടം ഉണ്ടാകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാണ്. കുടുംബാംഗങ്ങളുമായി സ്വരച്ചേർച്ചയില്ലാത്ത അവസ്ഥ ഉണ്ടാകാം. എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരക്ലേശങ്ങൾ ഉണ്ടാകാതെ നോക്കണം. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുക. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധൈര്യത്തോടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാനാകും. കർമ്മരംഗത്ത് മേലധികാരിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിജയം പ്രതീക്ഷിക്കാം. ബന്ധങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. കുടുംബത്ത് നല്ല നേട്ടങ്ങൾക്ക് ഇടയാകും. ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും. അമ്മയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കും. ധനം വന്നു ചേരുമെങ്കിലും ധനച്ചിലവുകളും ഉണ്ടാകും. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. ഏതൊരു കരാറിൽ ഒപ്പുവെക്കുമ്പോഴും രേഖകൾ നല്ലതുപോലെ പരിശോധിക്കേണ്ടതുണ്ട്. തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക.
ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ സമർപ്പിക്കുക. മകരക്കൂറ്, ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിന പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കും. തൊഴിൽ രംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത വേണം. കുടുംബത്ത് സമാധാനമുണ്ടാകും. സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ശ്രദ്ധ പുലർത്തണം. ഗുരുക്കന്മാരുമായി യോജിച്ചു പോകാനും ശ്രദ്ധിക്കണം. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ്. കണ്ണ്, പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ഗണപതി മന്ത്രം ജപിക്കുക. കുംഭക്കൂറ്, അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പാർട്ട്നേഴ്സുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും. നേട്ടങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. ധനമിടപാടുകളിൽ ജാഗ്രത പുലർത്തണം. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായേക്കാം. എതിർലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാണ്. ശത്രുശല്യം ഉണ്ടായേക്കാം. നിയമാനുസൃതമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ്. അലർജി, തലവേദന എന്നിവ ശ്രദ്ധിക്കുക. ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുക. മീനക്കൂറ്, പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി ചില വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. കർമ്മരംഗത്ത് അധികാരമോഹം വർദ്ധിക്കും. ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നതാണ്. ആത്മീയ താൽപ്പര്യം വർദ്ധിക്കും. ദേഷ്യം നിയന്ത്രിക്കണം. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ധനച്ചിലവുകൾ നിയന്ത്രിക്കണം. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ യോജിച്ചു പോകാനാകണം. വരുമാനക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ശാരീരിക ക്ഷീണം ശ്രദ്ധിക്കുക. യോഗ ശീലമാക്കുക. ശാസ്താവിന് യഥാവിധി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ടു പോവുക.